ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോ ഓയിൽ, നോ ഫ്ലോർ, ലോ കാർബ്, ഹൈ പ്രോട്ടീൻ. അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ലോസ് റെസിപ്പിയുടെ സെർച്ചിലാണോ? അതുപോലെ നിങ്ങൾ ഡയബറ്റിക് ആണ്, നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മീലിൻ്റെ ആവശ്യമുണ്ടോ? കുട്ടികളുടെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ സെർച്ചിലാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരവാണ് ഇന്നത്തെ നമ്മളുടെ ഈ റെസിപ്പി വീഡിയോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചെറുപയർ പരിപ്പ് കുതിരാനായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ സോക്ക് ചെയ്ത് വെക്കണം. നമ്മളിതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി മാത്രമല്ല, ഒരു ബാലൻസ്ഡ് മീൽ പ്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ കാണുക, എന്നാലേ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇനി നമുക്കിതിനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ റെസിപ്പി ഉണ്ടാക്കുന്നതിനുള്ള ബാക്കി സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത നമ്മളുടെ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി, 2 വലിപ്പമുള്ള പച്ചമുളക്, ചെറുതാണെങ്കിൽ 3-4 നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്കതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ പിടി പാലക് ചീര, അതുപോലെ ഒരു സുക്കിനി, ഒരു ക്യാരറ്റ്, ഇതിത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ സുക്കിനിയുടെ ഫുള്ളായിട്ടുള്ളത് നമുക്ക് വേണ്ട, നമുക്കതിൻ്റെ പകുതി മതി. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു പാലക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യമുള്ള വെജിറ്റബിൾസ്, നിങ്ങൾക്കിപ്പോൾ പാലക്കിന് പകരം പച്ചച്ചീര, നോർമലി തോരൻ വെക്കുന്ന പച്ചച്ചീര ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുരിങ്ങയില ഉപയോഗിക്കാം. ഒരു ഇലക്കറി നിർബന്ധമായിട്ടും ഈ ഒരു റെസിപ്പിയിലത്തേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ബാക്കി നമ്മളുടെ ക്യാരറ്റും നമ്മളുടെ സുക്കിനിയൊക്കെ നമ്മൾ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു ചെറിയൊരു സവാളയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതേ അളവിൽ തന്നെ നമ്മൾ പാലക്കും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സുക്കിനി ചേർത്ത് കൊടുക്കാം. ഈ ബാക്കി വരുന്ന സാധനം നമുക്ക് ആവശ്യമുണ്ട്, നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഓവറായിട്ട് നമ്മൾ വെജിറ്റബിൾസ് ചേർക്കേണ്ട, ഈ ഒരു കണക്കിന് ചേർത്താൽ മതി. അപ്പോഴേ നമുക്കിതിനെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ മാവ് മിക്സ് ചെയ്താൽ ഉടനെ തന്നെ നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. ചൂടായ ഒരു ദോശക്കല്ലിലേക്ക് നമ്മളൊരു 2 കരണ്ടി മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല, നമ്മൾ ഈ തവ ഗ്രീസ് ചെയ്ത് പോലും കൊടുത്തിട്ടില്ല. ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചെറുതായിട്ടിങ്ങനെ കുമിള വന്ന് തുടങ്ങുന്ന ഒരു പാകത്തിൽ നമുക്കിതിനെ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു വശം നമുക്ക് വെന്തോന്ന് മനസ്സിലാവുമ്പോൾ നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഈ ദോശ നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പൊട്ടി പോകത്തൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി ഓയിൽ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ നെയ്യോ കൂടെ പുരട്ടി റെഡിയാക്കി അവർക്ക് കൊടുത്തു വിടാവുന്നതാണ്. ഇപ്പം നമ്മളിതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നാലും നമ്മളുടെ ദോശ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ബാക്കിയുള്ള ആ ഒരു മാവും ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള ഒരു എഗ് വൈറ്റ് സലാഡാണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ സവാള കൊത്തിയരിഞ്ഞത്, നമ്മൾ നേരത്തെ എടുത്ത വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ടുള്ളതിൽ നിന്നുമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. 2 ടീസ്പൂൺ ക്യാരറ്റ് കൊത്തിയരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സുക്കിനി കൊത്തിയരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഈ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതുപോലെ മാറ്റിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാറ്റിയും തിരിച്ചും ബേബി കോണോ വേവിച്ചെടുത്ത കോണോ ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് മീലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊപ്പം സെർവ് ചെയ്യാനായിട്ട് ഗ്രീക്ക് യോഗേർട്ടും എടുത്തിട്ടുണ്ട്. നമ്മളിതാ ഈ ദോശ പിച്ചെടുക്കുമ്പോൾ കണ്ട് എത്ര സോഫ്റ്റ് ആയിട്ടാണ് അതുള്ളത്. ഒരു ബാറ്റർ നമ്മൾ സാധാരണ മൈദയോ അരിയോ ഒന്നും ചേർക്കാതെ റെഡിയാക്കി എടുത്തതാണ്. ഒരു കുഞ്ഞു ബൗളിൽ നമ്മൾ ഗ്രീക്ക് യോഗേർട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പകുതി ആപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ എഗ് വൈറ്റിൻ്റെ സലാഡും എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ദോശയും ഈ ആപ്പിളും ഈ ഗ്രീക്ക് യോഗേർട്ടും എഗ് വൈറ്റിൻ്റെ സലാഡും കൂടെ ചേർത്തിട്ട് ഒരു നേരത്തെ നിങ്ങളുടെ ഈ ഒരു മീൽ പ്ലേറ്റ് ഏകദേശം 300 കാലറി ഒരു ഏകദേശ കണക്കിന് ഉണ്ടാവും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് മീലാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പ്രഗ്നൻറ്റ് വുമൺ ആണെങ്കിൽ അവർക്കും പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഇതുപോലത്തെ റെസിപ്പീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.